എല്ലാവരും പോയി അമ്പലത്തിൽ ഭജന പാടുമ്പോൾ ആരെങ്കിലും വന്ന് സംഗതി തെറ്റിപ്പോയിന്നോ ശ്രുതി ചേർന്നില്ലാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊന്നും ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിനൊക്കെ ചില സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് ചിലർക്ക് മാത്രമേ പോവാൻ അനുവാദമുള്ളൂ. അതിനെയൊക്കെ നമ്മൾ അതിനിശ്ചിതമായിട്ട് ആടപടലം നമ്മൾ എതിർത്തിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ രവീന്ദ്ര മാഷയും ജോൺസൺ മാഷിനെയും വിദ്യാസാഗർ സാറിനെ, റഹ്മാൻ സാറിനെ, രാജ സാറിനെയൊക്കെ ഒരു എന്താ പറയുന്നത്, കലയുടെ ഏറ്റവും ഉന്നത പോയിന്റിൽ കണ്ട് ആരാധിച്ച് ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് എന്നെ അറിയുന്നവർക്കും എൻ്റെ പാട്ട് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവരെ ബഹുമാനിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടാതെയല്ല. അവർക്ക് ഞാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അവരുടെ പാട്ടുകൾ പാടിയിട്ടാണ്. അപ്പോൾ അവരുടെ സാധനത്തിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലാനൊന്നും നീ ആയിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു മാടമ്പി വിമർശനമില്ലേ, നീ ചെയ്യരുത്, അത് കൈ വെച്ചിരുന്നാൽ മതി. അത് വിമർശനമൊന്നുമല്ല. വിമർശനത്തിനും ഒരു ഡിഗ്നിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ വിമർശനം നമ്മളെന്ന് സ്വീകരിക്കുന്ന ഒരാളാണ്. ഇത് ബേസിക്കലി അമ്പലത്തിൽ കയറരുത്, അല്ലെങ്കിൽ ആ കളി നീ കളിക്കരുത്, അല്ലെങ്കിൽ ഈ വസ്ത്രം ധരിക്കരുത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിലൊക്കെ ഒരു താങ്കൾക്കൊരു ഫാസിസം ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് അതേ ഫാസിസമാണ് ഈ പാട്ടിൽ ഈ സംഗതി പാടുന്നത് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പറയാൻ നിങ്ങൾ ആരാണ്? സൃഷ്ടാവിനില്ലാത്ത എന്ത് റൈറ്റാണ് ശ്രോതാവിനുള്ളത്? സൃഷ്ടാവിന് തന്നെ ഇത് പറയാൻ സാധിക്കുമോ? പബ്ലിക് ഡൊമൈനിലുള്ള ഒരു സാധനത്തിനെ വീണ്ടും ഒരാൾ പ്രാവർത്തികമാക്കരുതെന്ന് ഒരു സൃഷ്ടാവിന് പറയാൻ സാധിക്കും? അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണ്? നടക്കുന്ന കാര്യമാണോ ഇത്? ഇപ്പോൾ ഉദാഹരണത്തിന് ലൈവിൽ പാടുന്ന ഒരാളുടെ ഷോ വേണമെങ്കിൽ പോയി തടയാം. എത്രയോ പേര് വീട്ടിലെ വെള്ളമടി പാർട്ടിയിൽ ഇരുന്ന് പാടുന്നത്, ആ വീട്ടിലൊക്കെ താങ്കൾ പോയി തടയുകയോ?